അകത്തേക്ക് പോരാ പറഞ്ഞത്. നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലടാ, ഒരിക്കലും. അച്ഛാ മതി മതി, എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. മോളെ, അച്ഛനൊരു സങ്കടമുള്ളൂ, നിന്റെ പഠിത്തം. എന്റെ മോളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അച്ഛനത് സാധിച്ചു തരാൻ പറ്റിയില്ലേ? അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ കേൾക്കണം. എനിക്കിനി നഴ്സിങ്ങിനൊന്നും പോവണ്ട. എന്റെ അച്ഛനെ കഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് ഒരു പഠിത്തവും വേണ്ട. സങ്കടപ്പെടാൻ അത്രമാത്രം ഞാൻ കൊതിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് ഒരു വിഷമവും ഇല്ല അച്ഛാ. എന്റെ മോളെ, ഇതെന്തൊരിപ്പാ? ഉള്ളു നീറിക്കൊണ്ട എന്റെ മോള് പറഞ്ഞ് അവക്ക് പഠിക്കണ്ടെന്ന്. എല്ലാം കൂടി ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കഷ്ടകാലം വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചാ. അല്ലെങ്കിലും ഈ നേഴ്സ് പഠിത്തം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് താങ്ങാൻ പറ്റുമോ? ഇപ്പൊ അതൊന്നും ഓർക്കണ്ടേ. അല്ല ഷീലേ, എനിക്കവളെ പഠിപ്പിക്കണം, അതിന്റെ ഒരു സ്വപ്ന. ദേ, നിങ്ങളിപ്പോ സസ്പെൻഷനിലാണെന്ന് ഓർമ്മ വേണം. പോരാത്തേന് 50,000 രൂപ കമ്പനിക്ക് കടക്കാരനും. തിരിച്ചെടുത്താൽ തന്നെ അത് പിടിച്ചു തീരുന്നത് വരെ പാതി ശമ്പളമല്ലേ കിട്ടൂ. പിന്നെ എങ്ങനെയാ നമ്മള്? ജീവിതത്തിൽ ഒഴുക്കിനെതിരെ ഒരുപാട് നീന്തിയോനാ ഞാൻ. പക്ഷേ ഇപ്പൊ എന്റെ കൈയും കാലും ഒക്കെ തളരുന്ന ഷീലേ. അങ്ങനെയൊന്നും പറയാതെ. ഒക്കെ കാണുന്നൊരു ദൈവം മോളിലില്ലേ? എന്തെങ്കിലും ഒരു വഴി അവിടുന്ന് കാണിച്ചു തരാതിരിക്കില്ല. ശരിയാ, മുങ്ങിത്താഴുമ്പോ ഏതെങ്കിലും ഒരു ദൈവം ഒരു ചെറു തോണിയെങ്കിലും അയച്ചു തരാതിരിക്കില്ല. പക്ഷേ അതേ കയറാൻ നമുക്ക് അർഹത വേണം ഷീലേ. നമുക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നാട്ടിൽ പോയൊന്ന് പ്രശ്നം വെപ്പിക്കണം. ശക്തിയുണ്ടെന്ന് പറയുന്ന കുറെ പള്ളികളില്ലേ, അവിടൊക്കെ പോയൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചുരുക്കം: 1. മനുഷ്യൻ ജാതിമതഭേദമന്യേ സകലരും പാപികളാണ്. റോമർ 3:23 പറയുന്നു, സകലരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായിരിക്കുന്നു. 2. പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നു, ദേവാലയത്തിന് വലം ചുറ്റുന്നു, ദാനധർമ്മം ചെയ്യുന്നു. പക്ഷേ പാപത്തിൻ്റെ ബലമുള്ള പിടിയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. റോമർ 7:23 പറയുന്നു, എൻ്റെ മനസ്സിലെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമമുണ്ട്, അത് ഞാൻ കാണുന്നു. എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമം എന്നെ അടിമപ്പെടുത്തുന്നു. അതുകൊണ്ട് മൂന്നാമതായി ഞാൻ പറയട്ടെ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ കൂലി അത് ദൈവം ആദാമിനും ഹവ്വായിക്കും നിശ്ചയിച്ചതാണ്. അത് ഇന്നേ വരെ കുറഞ്ഞിട്ടില്ല എന്ന് റോമർ 6:23 പറയുന്നു. അതായത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നാം ആത്മീയരായി മരിച്ചവരാണ്. ദൈവമായിട്ടുള്ള ബന്ധം മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എറിഞ്ഞുകളഞ്ഞ സിഗരറ്റ് കുറ്റി വീണ്ടും കത്തിച്ച് വലിക്കുന്നത്. അതുകൊണ്ടാണ് മകളെ നോക്കി ഇനി കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സന്ധ്യയ്ക്ക് വീണ്ടും സ്നേഹിതർ വിളിക്കുമ്പോൾ നോ പറയാൻ കഴിയാത്തത്. ഈ ലോകത്തിൽ അനാത്മികരായി മരിച്ചവർ തീർച്ചയായും അവസാനം നിത്യനരകത്തിലേക്ക് തന്നെ പോകും. മരണശേഷം ആരെങ്കിലും പ്രാർത്ഥിച്ചാലോ
പാവങ്ങൾക്ക് ചോറ് കൊടുത്താലോ ഒന്നും നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്നാണോ? അല്ല, ഒരു മാർഗമുണ്ട്. ഒരേ ഒരു മാർഗം, യേശുക്രിസ്തു. അതുകൊണ്ടാണ് നാലാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ദൈവം തൻ്റെ മക്കളായി നമ്മെ അംഗീകരിക്കുകയും അധികാരം നൽകുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയുടെ വഴി അത്രയ്ക്ക് സരളമാണ്. പഠിത്തമുള്ളവനും പഠിത്തമില്ലാത്തവനും, കിടക്കേന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവനും, 10 പൈസ പോലും കയ്യിലില്ലാത്തവനും, കൊലപാതകയ്ക്കും വ്യഭിചാരിക്കും, ക്രൂശിലെ കള്ളനെ പോലെ ഇനി 5 നിമിഷം മാത്രമേ ജീവിതമുള്ളൂ എന്നറിയാവുന്നവനും എല്ലാം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏറ്റവും സിമ്പിൾ വഴി അത് യേശു മാത്രമാണ്. യേശു മാത്രം. ഹൃദയം തുറന്ന് യേശുവിനെ രാജാവായി ദൈവമായി സ്വീകരിച്ചാൽ അവൻ നിങ്ങളോട് കൂടെ നടക്കും. പുതിയ ജീവനും ദൈവിക സമാധാനവും തരും. പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ സകല തിന്മയും നിങ്ങളെ വിട്ടകലും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഇന്നു മുതൽ യേശു എൻ്റെ ദൈവമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ കണ്ണടച്ചാട്ട്, നെഞ്ചത്ത് കൈവച്ചാട്ട്, ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചാട്ട്, കണ്ണടച്ച് നെഞ്ചത്ത് കൈവച്ചാട്ട്. യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപങ്ങൾ നീ എന്നോട് ക്ഷമിക്കണമേ. ക്രൂശിൽ ചൊരിഞ്ഞ നിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ. പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ നീ എൻ്റെ രക്ഷകനാണ്. എന്നെ രക്ഷിച്ചതിനായി നിനക്ക് സ്തോത്രം. ആമേൻ. ഈ പുസ്തകം വായിക്കണം കേട്ടോ. നല്ല പുസ്തകമാണ്. ഇത് വേദപുസ്തകമാണ്. വായിക്കണം. എന്താ സഹോദരൻ്റെ പേര്? ഞാൻ മോഹൻ. ആ, ഇവിടെ അടുത്താണോ വീട്? ദാ ഈ കാണുന്നതാ. ആഹാ, എന്നാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുമോ? അതിനെന്താ, വന്നാട്ടെ. ആ, വരാം. സാർ ഇവിടെ നിന്നാട്ടെ, ഞാൻ ഇങ്ങ് എടുത്തോണ്ട് വരാം. എന്റെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലേ. അതിനെന്താ, എൻ്റെ വീട് ഇതിലും ചെറുതാ. വാ. അല്ല വർഗീസ് ഉപദേശി, ഈ എല്ലാ പ്രശ്നങ്ങളും യേശു മാറ്റിത്തരുമോ? അല്ല, ഞാൻ എത്രയോ അമ്പലങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിച്ചു, നേർച്ച നടത്തി, ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. മോഹന, യേശു ഭൂമിയിൽ വന്നത് നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമായിട്ടാണ്. പ്രശ്നവും രോഗവും സാമ്പത്തിക തകർച്ചയുമൊക്കെ ഈ സമൃദ്ധിയിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ